അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കാൻ. ഓക്കെ, ശ്രുതി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. നമ്മള് ഇന്നലെ കോട്ടയത്ത് വന്നു പിന്നെ കണ്ട വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ച. അങ്ങനെ രേണു സുധി വീണ്ടും കല്യാണം കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. രേണു തന്നെ എടുക്കും തലക്കുമായി അവിടെയും ഇവിടെയും ഒക്കെ പോയി പറയുന്നതാണ്. മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുന്നതാണോ അതോ ആത്മാർത്ഥമായി പറയുന്നതാണോ എന്നൊക്കെ ദൈവത്തിന് അറിയാം. കാരണം രേണു എല്ലാവരും ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. പക്ഷെ എന്തൊക്കെയായാലും ഈ അടുത്ത കാലത്തായിട്ട് രേണു പുതിയ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നന്നായി പ്രചരിക്കുന്നുണ്ട്. രേണുവിന് പുതിയ കാമുകൻ, അവിഹിതം തുടങ്ങിയ പലതരത്തിലാണ് അവിടെയും എവിടെയും ഒക്കെ കാണുന്നത്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് രേണു തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ത് തറ വേല ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എത്ര വലിയ നെഗറ്റീവ് ഇമേജ് കിട്ടിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കണം, മീഡിയ അറ്റൻഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ ഈ പറയുന്ന രേണു. രേണുവിന്റെ പാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം സ്വയം സൈബർ ബുള്ളിങ്ങിൽ നിന്ന് കൊടുക്കുന്ന ആളാണ് രേണു. എന്തായാലും പുതിയ കല്യാണത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രേണു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നത്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എന്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാൾ വേണം എന്ന് തോന്നി തുടങ്ങി. ഒരു കൂട്ട് വേണമെന്ന് മനസ്സ് ആഗ്രഹിക്കുക. ഓക്കെ, അപ്പൊ തനിക്ക് ഒരു പുതിയ പങ്കാളിയെ വേണമെന്ന് രേണു തന്നെ പബ്ലിക്കിൽ വെളിപ്പെടുത്തി കഴിഞ്ഞില്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ എനിക്കൊരു കൂട്ട് വേണമെന്ന് മാത്രമേ രേണു പറയുന്നുള്ളൂ. കല്യാണം കഴിക്കണമെന്ന് എവിടെയും പറയുന്നില്ല. ഒന്നുകിൽ ഒരു കൂട്ട് വേണമെന്ന് കാവ്യാത്മകമായി പറഞ്ഞതാകാം. കല്യാണം തന്നെയായിരിക്കാം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ പോലെ ജീവിക്കാൻ ഒരാളെ കൂട്ടിനെ വേണമെന്നാകാം ഉദ്ദേശിച്ചത്. എന്തെന്നാലും നല്ല കാര്യമാണ്. കാരണം രേണു ചെറുപ്പാണ്. പുതിയ കല്യാണം കഴിക്കുക, പുതിയ പാർട്ണർ ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇത് നമ്മൾ പണ്ടേ പറയുന്ന കാര്യം തന്നെയാണ്. രേണു വേറെ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഇവിടെ എത്രയോ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. രേണുവിനെ ആദ്യമായി ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഈ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും നടക്കുന്ന സമയത്താണ്. ശ്രുതി മരിച്ച് അധികം വൈകാതെ തന്നെ രേണു പുതിയ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇവിടെ നടന്നിരുന്നു. അന്ന് രേണുവിൽ ഏതൊരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാണെങ്കിലും അതിൽ പുതിയ കല്യാണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അന്നത്തെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവതാരിക രേണുവിനോട് വേറെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചോദിക്കും. ഞാൻ ഒരിക്കലും വേറെ കല്യാണം കഴിക്കില്ല എന്ന് രേണു പറയും. പക്ഷെ ആ സമയത്ത് രേണു കുറെ റീലുകളൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി റീല് ചെയ്യുന്നത് കാണുമ്പോൾ കുറെ ആളുകൾ വന്ന് രേണുവിനെ തെറി പറഞ്ഞ് കമന്റ് ഇടും. ഇത്ര പെട്ടെന്ന് സുധിച്ചേട്ടനെ മറന്നു നീ, ഭർത്താവ് മരിച്ചിട്ടും ഇങ്ങനെ ഒരുങ്ങി കെട്ടി നടക്കാൻ നാണമില്ലേ? ഇങ്ങനെ പല കമന്റുകളും അന്ന് സ്ഥിരമായിരുന്നു. അതായത് ഭർത്താവ് മരിച്ചത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് രേണു അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നായിരുന്നു പലരുടെയും അഭിപ്രായം. അന്ന് ഈ കാര്യത്തിൽ രേണുവിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്യലായിരുന്നു നമ്മുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് എന്തായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവങ്ങൾക്കെല്ലാം ഒരു പാറ്റേൺ ഉള്ളതായി നമുക്ക് തോന്നാൻ തുടങ്ങി. ഓരോ വിവാദങ്ങളും ഉണ്ടാവാൻ വേണ്ടി രേണു തന്നെ സ്വയം ഇട്ടുകൊടുക്കുന്നതായി നമുക്ക് തോന്നാൻ തുടങ്ങി. ഈ കല്യാണത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കി. താൻ പുതിയ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ആളുകൾ നല്ലോണം ക്യൂരിയസ് ആണെന്ന് മനസ്സിലാക്കിയ രേണു എന്താക്കി, പിന്നീട് എവിടെ പോയാലും കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് പിന്നെ ആര് ചോദിച്ചാലും ഞാൻ ഇനി വേറെ കല്യാണം കഴിക്കില്ല, എന്റെ സുധിച്ചേട്ടന്റെ ഓർമ്മകളിൽ ഇങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ രേണു പറയുമായിരുന്നു. നമ്മൾ പക്ഷെ അന്നേ പറഞ്ഞതാണ് ഇങ്ങനൊന്നും ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട, ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റൂല. അഥവാ വേറെ കല്യാണം കഴിച്ചാൽ പിന്നെ പണ്ട് പറഞ്ഞത് കെടുത്ത് വെച്ച് ആളുകൾ പൊങ്കാലിടുമെന്നൊക്കെ അന്നേ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. എന്തായാലും അന്ന് തൊട്ട് ഇന്നേ വരെ രേണുവിന്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കല്യാണം തന്നെയായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോവുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആദ്യം രതീഷ് എന്ന് പറഞ്ഞ ചെറുക്കനുമായി രേണുവിന് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു റൂമേഴ്സ്. പിന്നീട് അത് ദാസേട്ടൻ കോഴിക്കോടായി. ഇപ്പൊ അത് വേറെ ഒരുത്തനും കൂടി വന്നിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടോക്കാം. നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും. അപ്പാർട്ട്മെന്റ് ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാ സാധനങ്ങൾ? കുറച്ച് ഡ്രസ്സ്, ഒരു ബാഗ്. എന്തൊക്കെ ഡ്രസ്സാ? എന്തൊക്കെ ഡ്രസ്സാണ് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ്? അതൊക്കെ അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് രേണു പോയത്. കുറെ ഉണ്ടായിരുന്നില്ലേ, ഷൂട്ടിന് വന്നപ്പോ കുറെ ലഗേജ് ആയിട്ട് വന്നു. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. കാറിനുള്ളിൽ കയറി ഇരിക്കുവാണോ? കാറിനുള്ളിൽ കയറി ഇരിക്കാൻ രണ്ടുപേരുടെ ഭയങ്കര ചൂട് പുറത്ത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്? അടിപൊളി ഷൂട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കുന്നവരല്ല ഞങ്ങൾ അല്ലേ. തീയിൽ കുരുത്തത് എത്ര ഷൂട്ടുകൾ. എനിക്ക് എന്തായാലും ആദ്യം ഞാൻ ഇങ്ങനെ ഇനി ഇതിനകത്ത് സ്മോഞ്ച് എന്ന് പറയുന്നവർക്ക് എനിക്ക് ഒരു വിഷയമില്ല, അറിയാം. എനിക്കറിയാം എന്താണ്. എനിക്കിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമില്ല. സ്പോഞ്ചാണോ ഇത് എനിക്കറിയാം എന്താണ്. എനിക്കിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കെങ്ങനെ അറിയാമോ?
ഓക്കെ, അപ്പൊ ഇവനാണ് പുതിയ ആള്. ഇതെന്താ പ്രശ്നം എന്ന് അറിയോ? ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ ആൾക്കാർ വരും, റൂമേഴ്സ് വരും, രേണു തന്നെ ഈ റൂമേഴ്സ് കത്തിക്കുകയും ചെയ്യും. അതാണ് പ്രശ്നം. വെറും റീച്ചിന് വേണ്ടിയുള്ള കളികളാണ്, അതാണ് പ്രശ്നം. ജെനുവിൻ ആയ ഒരു കൂട്ട് വേണം, കല്യാണം കഴിക്കണം എന്നൊക്കെ രേണു പറയുകയാണെങ്കിൽ നമ്മൾ 101% രേണുവിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത് വെറും ഉടായ്പ കളിച്ച് നടക്കുമ്പോഴാണ് പ്രശ്നം. എന്തായാലും അതിന്റെ ഇടയിൽ വേറൊരു കോമഡി ഉണ്ടായി. നമ്മുടെ ആറാട്ടണ്ണൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അയാളെ അറിയാറ് ഇടയ്ക്കിടെ ഓരോ നടിമാരെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. എന്നാൽ രേണു സുധിയുമായി ബന്ധപ്പെട്ട് ഇയാൾ പോസ്റ്റ് ചെയ്ത് എന്താണെന്ന് അറിയോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഒരിക്കലും രേണു സുധിയെ കല്യാണം കഴിക്കില്ല, കാരണം എനിക്ക് താല്പര്യമില്ല. അതിന് ഇയാളോട് ആരെങ്കിലും രേണുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതോ ഇയാൾ വെറുതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ പോസ്റ്റ് ഇട്ട് പോയതാണ്? ആർക്കറിയാം അല്ലെ? ആറാട്ടണ്ണനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. എന്തായാലും ഈ പോസ്റ്റ് കണ്ട് നമ്മുടെ രേണു വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രേണു ആറാട്ടണ്ണനുള്ള മറുപടിയുമായി രംഗത്ത് വന്നു. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല, ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കാൻ. ഓക്കെ, ചേടാ കഷ്ടായി പോയി. ഈ ആറാട്ടണ്ണനും രേണു സുധിയും തമ്മിൽ ഒരു 1-1.5 കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷെ എന്ത് പറയാനാ, ആ കോമ്പിനേഷൻ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല. സാരില്ല, പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രേണുവിന് ഇതൊരു കളിയാണ്, വെറും കണ്ടന്റ് മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതിനിടയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി. സീക്രട്ട് ഏജന്റും രേണുവും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ. രേണുവിന് ഇപ്പൊ സുധിയായിട്ട് യാതൊരു ഇമോഷണൽ കണക്ഷനും ഇല്ല. സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ രേണുവിന്റെ പേരിന് കൂടെയുള്ള ഒരു വാല് മാത്രമായി മാറിക്കഴിഞ്ഞു എന്ന് സീക്രട്ട് ഏജന്റ് പറഞ്ഞു. അത് രേണുവിന് ഒട്ടും പിടിച്ചില്ല. അതാണ് സംഭവം. നമുക്ക് ആദ്യം സീക്രട്ട് ഏജന്റ് വീഡിയോയും അതിനുശേഷം രേണുവിന്റെ പ്രതികരണവും ഒന്ന് കണ്ടുനോക്കാം. സുധി ഇല്ല, സുധി ജസ്റ്റ് ഒരു പേരോ അല്ലെങ്കിൽ ഓർമ്മയായിട്ട് മാത്രമാണ് ആ ലേഡിയുടെ കൂടെ ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. കാരണം സുധി ഈസ് നോ മോർ. ആൻഡ് സുധിയേക്കാൾ കൂടുതൽ ഒരു ഫെയിമാണ് ഇപ്പൊ രേണു. ഞാൻ പണ്ടുള്ള രേണു സുധി കണ്ടന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടന്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ രേണു സുധിനെ ഉപയോഗിക്കുന്നത്, അവരും ലൈഫിൽ ഈ സുധിയെ ഒപ്പം വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇതവർക്കൊന്ന് മാറ്റിയിട്ട് രേണു രേണു ബിഗ് ബോസ് രേണു, ഇനിയിപ്പോൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ രേണു സെലിബ്രിറ്റിയാണ് രേണു, അല്ലെങ്കിൽ അവരുടെ രേഷ്മ തങ്കച്ചൻ പഴയ പേര്, എന്തോ അവർക്ക് ഇഷ്ടമുള്ള പോലെ. ഈ സുധി സെന്റിമെന്റ്സ് എന്താണെങ്കിലും ഈ രേണു സുധിയിൽ നിന്ന് പോയിട്ടുണ്ട്, ആണെങ്കിലും രേണു സുധിയിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ട്. സുധിയുടെ ട്രോമാസ് ഇപ്പോൾ രേണുവിന് ഇല്ല. അതിനൊരു പ്രൂഫ് ഞാൻ വെച്ചുതരാം. മരിക്കുന്നതിന് തലേന്ന് 2-3 വട്ടം പറഞ്ഞു വാരി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ തമാശ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞപ്പോ പിന്നെ മത്തിക്കറിയായിരുന്നു തന്നെ ഉണ്ടാക്കിയ ആൾ ഉണ്ടാക്കിയിട്ട് വാരി തരാൻ പറഞ്ഞു. 2-3 വട്ടം പറഞ്ഞു. അപ്പൊ എനിക്ക് വേണം മടിയായിട്ട് പുള്ളി എനിക്ക് വാരിത്തന്നു, കുറെ വാരിത്തന്നു. ഞാൻ പുള്ളി കാണാൻ പോയി തുപ്പിയിട്ട് വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു പിന്നെ ഇപ്പൊ തുപ്പിയല്ല, ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു പിന്നെ പുള്ളിക്ക് കുറച്ച് വാരി മരിക്കുന്നതിന് വ്യത്യാസം ഇത് സുധി മരണം സംഭവിക്കുന്ന സമയത്ത് ഭക്ഷണം വാരി കൊടുത്തതിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രേണു പറയുന്നത്. പക്ഷെ രേണുവിന്റെ ഒരു മേജർ കണ്ടന്റിന്റെ ഭാഗമാണ് ഈ ഫുഡ് വാരി കൊടുക്കുന്ന പരിപാടി. ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. രേണുവും വാരി കൊടുക്കാറുണ്ട്, രേണുവിനും ആളുകൾ വാരി കൊടുക്കാറുണ്ട്. ആക്ച്വലി നമുക്കിപ്പോൾ ഒരാളോട് ഭയങ്കര ഒരു സ്നേഹവും ഇഷ്ടമാണ്, അയാളുടെ ലാസ്റ്റ് മൊമെന്റ്സിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കര നമുക്ക് ഹേർട്ട് ചെയ്യുന്ന, നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചു. അപ്പോൾ രേണു പറഞ്ഞല്ലോ സുധി വാരി കൊടുത്തിട്ട് അത് രേണു പോയി തുപ്പിയിട്ട് വന്നു എന്നുള്ളത്. ഞാൻ എന്നെ പോലത്തെ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ കാര്യം പറയാം. രേണു എങ്ങനെ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ എന്നെ പോലെ ഒരാളുടെ കാര്യം പറയാം. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ലാസ്റ്റ് മൊമെന്റിൽ അയാളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എനിക്ക് വാരി തരുന്നത്. അത് വാരി തന്നിട്ട് ഞാൻ എന്തെങ്കിലും വേറെ മൈൻഡിലോ അല്ലെങ്കിൽ എനിക്കത് കറി ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ എൻ്റെ വായ നിറയും വാട്ട് എവർ റീസൺ ഞാനത് പോയി തുപ്പി. ഓക്കെ, ആ വ്യക്തി അത്രയും ഇഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി എനിക്ക് വാരി തരണം 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 എന്ന് പറഞ്ഞു തന്നൊരു സാധനം ഞാൻ തുപ്പിയിട്ട് പോകുന്നു. ദ വെരി നെക്സ്റ്റ് മൊമെന്റ് അയാൾ ഇല്ലാതാകുന്നു. പിന്നെ ആർക്ക് വാരി കൊടുക്കുന്നത് കണ്ടാലും നമുക്ക് വാരി തന്നാലും നമ്മളെ കണ്ണ് പറയും, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ട്രോമയായിരിക്കും. നമ്മളത് ഞാൻ പറയും, നമ്മൾ തന്നെ ഞാൻ പറയും, എനിക്ക് പിന്നെ അത് ഭയങ്കര സീനായിരിക്കും എനിക്കത്. അപ്പം ഞാൻ അതാ പറയാം, അതുപോലത്തെ ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം ഇത് ഓക്കെ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് മൂവ്ഡ് ഓൺ. ആ ട്രോമയിൽ നിന്ന് സുധി എന്ന് പറഞ്ഞ ഫാക്ടറിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയിട്ടുണ്ട്. ഞാനിവിടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. സുധിയുടെ വിധവ എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് തന്നെയാണ് രേണു വളർന്നത്. എന്നാൽ ഇന്ന് രേണുവിന് ആ ഒരു ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല. സുധിയുടെ വിധവ എന്ന സെന്റിമെന്റ്സിൽ നിന്നൊക്കെ രേണു ഒരുപാട് വളർന്നു കഴിഞ്ഞു. പണ്ടെപ്പോഴും സുധി എന്ന പേര് തന്റെ വളർച്ചയ്ക്ക് വേണ്ടിയെങ്കിലും രേണു ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാണാറില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിനുള്ള രേണുവിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടുനോക്കാം. സുധി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഓക്കെ, കാണാവോ? കാണുന്നില്ല. ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നത് നല്ല തുറന്നെടുത്ത് സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സായി കൃഷ്ണ അതല്ലേ? അത് സാരമില്ല, അല്ലേ? സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ്. സുധി എന്ന് പോയോ? ആരാ പറഞ്ഞ പോയെന്ന്? സായി കൃഷ്ണ. സുധി പോകുന്നില്ല, കൊല്ലസുധിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പം സുധി എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, രേണു സുധി 100 വട്ടം രേണു സുധി. ഓക്കെ ആണോ? ഓക്കെ അങ്ങനെ ആയാൽ മതി. പക്ഷെ നിന്റെയൊക്കെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണുന്ന സമയത്ത്
ഇപ്പോഴും ശ്രുതി നിന്റെ കൂടെ ഉണ്ട് എന്ന് അല്ലെങ്കിൽ നിന്റെ മനസ്സിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നാറില്ല കേട്ടോ. പിന്നെ ഇനിയും ശ്രുതിയെ മനസ്സിൽ വെച്ച് ശ്രുതിയുടെ വിധവായി നടക്കണമെന്ന് രേണുവിനോട് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. രേണുവിന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം, കല്യാണം കഴിക്കാം, എന്തും ചെയ്യാം. പക്ഷെ ഇനിയും ശ്രുതി എന്ന പേര് അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ കാലം കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഈ കല്യാണത്തിന് കാര്യം പറഞ്ഞ ആളുകളെ പൊട്ടന്മാരാക്കാതിരിക്കുക. 2-3 കൊല്ലമായിരുന്നു ഇതെന്നെ വെച്ച് ഓടിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. നീ വേണമെങ്കിൽ കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ ലിവിംഗ് ടുഗദർ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. എന്തിനാണ് ഇതൊക്കെ കണ്ടന്റ് ആക്കി മാറ്റുന്നത്? ഇതൊക്കെ ഒരു കാലത്ത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും രേണുവിന്റെ കാര്യം ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഒരു കാര്യം കൂടി നമുക്ക് സംസാരിച്ച് നിർത്താം. മറ്റൊന്നുമല്ല, രേണുവിന്റെയും ശ്രുതിയുടെയും മക്കളായ ഋതപ്പന്റെയും കിച്ചുവിന്റെയും കാര്യമാണ്. ഋതപ്പനെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കിച്ചു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഋതപ്പനെ സ്കൂളിൽ കൊണ്ടാക്കണം. നമ്മള് ഇന്നലെ കോട്ടയത്ത് വന്ന് പിന്നെ ഒന്ന് കണ്ട വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല, പിന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പം അവനൊന്ന് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടില്ല. അവരിപ്പം അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും സ്കൂളിൽ പോകാൻ റെഡിയായി വരികയാണ്. നമ്മുടെ കാറല്ലാട്ടെ, നമ്മുടെ കാറ. സ്കൂളിൽ പോവാണോ ഋതപ്പൻ? സ്കൂളിൽ പോവാണോ? സ്കൂളിൽ പോവാണോ ഋതപ്പൻ? എത്രാം ക്ലാസ്സിലായി? 2ലാണ് ഞങ്ങൾ പഠിക്കുന്നത് അല്ലേ? സ്കൂട്ടറിലാണ്. അപ്പം നമ്മൾ പോകാൻ പോകുകയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ആ പോവാമോ? ഫ്രണ്ടി വാ. ലുധിയാച്ചൻ ലബനോൻ. ലുധിയ എത്രയിലടി? 4 ഇയാൾ 5 ഇയാള് 2 ലബനോൻ എത്രയിലാണോ? നീ 1 നീ 2 വേറെ ക്ലാസ്സിലാണോ? ലുധിയ വേറെ ക്ലാസ്സിലല്ലേ? നീ ഒരേ ക്ലാസ്സിലാണോടാ? നീ ഒരേ ക്ലാസ്സിലാണോ? സൈഡിൽ കാർ വരുന്നുണ്ടോ? ഇരിക്കാം നമുക്ക്. നല്ല പേര് ഇടിച്ചിട്ടുണ്ട് സ്കൂളില്. കണ്ടല്ലോ, ഇതിലിപ്പോ എന്താണ് വിവാദം എന്നല്ലേ? അതിന് ഈ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. സീറ്റും വേണ്ട, ബെൽറ്റും വേണ്ട, ലോകം മുഴുവൻ ഒരു അമ്മയല്ലേ ഇപ്പൊ ഭരിക്കുന്നത്. നോ സീറ്റ് ബെൽറ്റ് ആൻഡ് ദ ചിൽഡ്രൻ ഫ്രണ്ട് സീറ്റ്, റെക്കോർഡിംഗ് ദ വീഡിയോ ഓൾസോ, ബ്രേക്കിംഗ് ദ RTA റൂൾസ്. സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരാളുടെ മുന്നിൽ ഇരിക്കുന്നത് അതൊന്നും നിനക്ക് അറിയാൻ പാടില്ല കിച്ചു. മോനെ കുഞ്ഞിനെ മുന്നിൽ വെച്ച് വണ്ടി ഓടിക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കമന്റിൽ പറയുന്നതിലും കാര്യമുണ്ടല്ലേ? കുട്ടികളെ കൊണ്ട് കാറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കെയറിംഗ് ആവാം എന്നാണ് എന്റെ അഭിപ്രായം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സീറ്റ് ബെൽറ്റ് കെട്ടി ഇരുത്താമായിരുന്നു. പക്ഷെ അപ്പൊ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ സ്കൂൾ ബസ്സുകളുടെയും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന മറ്റു പ്രൈവറ്റ് വാഹനങ്ങളുടെയും ഒക്കെ അവസ്ഥ ഇതിനും കഷ്ടമാണ്. അത് വേറെ കാര്യം. എന്നാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അത്രേ ചെയ്യാൻ കഴിയും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.